നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെയും അള്ളാഹു നൽകുന്ന, ദുനിയാവും ആഖിറവും വിജയിക്കാൻ കാരണമാകുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ വിഷമങ്ങളൊക്കെ മാറിക്കിട്ടുന്ന, ഉദ്ദേശങ്ങളൊക്കെ നടക്കുന്ന എല്ലാം ഒറ്റ കുടക്കീഴിൽ ഒരൊറ്റ ദിക്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അങ്ങനെയുള്ളൊരു ദിക്ർ അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ മജ്ലിസിൽ ആ അത്ഭുതകരമായ ദിക്ർ നമ്മൾ പഠിക്കുകയാണ്. അമൂല്യമാണ്. മുഴുവനായും കേൾക്കുക. മജ്ലിസിന്റെ ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആവസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹുവേ പടച്ചവനെ, എല്ലാവരുടെയും ആഗ്രഹങ്ങളെ നീ സഫലമാക്കണേ അല്ലാ. വിഷമങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ സ്വർഗത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, നരകത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ദുനിയാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആഖിറത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സൂര്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ചന്ദ്രനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പുരുഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങൾ പരിശുദ്ധമായ ഖുർആൻ പരാമർശിച്ചതായി നമുക്ക് കാണാം. ഈ ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്രം കണ്ടുപിടിക്കുന്ന പല വിഷയങ്ങളും ഇന്ന് നാം കാണുന്ന സാങ്കേതിക ഉപകരണങ്ങളൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ 1400 മുമ്പ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഓതി പറഞ്ഞ അത്ഭുത സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇങ്ങനെയുള്ള വിശുദ്ധമായ ഖുർആൻ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടും മനുഷ്യന്റെ ആത്മീയ പരലോക ഉന്നമനത്തിന് വേണ്ടിയുമൊക്കെ പല വിഷയങ്ങളും പരാമർശിച്ചിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ അത്ഭുതകരമായ ഒരു ദിക്ർ നമ്മൾ പഠിക്കുകയാണ്. നമുക്കറിയാം, പല ദിക്റുകളും പല ലക്ഷ്യങ്ങൾക്കും നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിക്കാറുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ദുനിയാവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ദിക്റുകൾ, ഖബറിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള ദിക്റുകൾ, പരലോകം രക്ഷപ്പെടാനുള്ള ദിക്റുകൾ, ദാരിദ്ര്യം മാറിക്കിട്ടാനുള്ള ദിക്റുകൾ, ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കപ്പെടാനുള്ള ദിക്റുകൾ, ഇങ്ങനെ പല ആവശ്യങ്ങൾക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പല ദിക്റുകളും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ അത്ഭുതകരമായ ഒരു ദിക്ർ, ഈ ദിക്ർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കിട്ടും. ദുനിയാവും കിട്ടും, ആഖിറവും കിട്ടും. ആവശ്യപൂർത്തീകരണത്തിനാണെങ്കിൽ അതും, വിഷമങ്ങളും പ്രയാസങ്ങളും മാറാനാണെങ്കിൽ അതും, ദോഷം പൊറുക്കാനാണെങ്കിലും പരലോകത്തെ ദറജ ഉയരാനാണെങ്കിലും, ഇങ്ങനെ തുടങ്ങിയ ഏത് ആവശ്യങ്ങൾക്കും പറ്റുന്ന അത്ഭുതകരമായ ഒരു ദിക്ർ അള്ളാന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ അത്ഭുതകരമായ ദിക്റാണ് ഈ മഹത്തായ മജ്ലിസിലൂടെ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഒരുപാട് മഹത്വങ്ങൾ, എണ്ണമറ്റ അതിൻ്റെ ഫളായിലുകൾ നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു 10 ഫള്, ഒരു 10 മഹത്വം ഇൻഷാ അല്ലാഹ് നമ്മൾ എണ്ണി പറയുകയാണ്. ഒന്നാമത്തെ മഹത്വം എന്നുള്ളത്, അല്ലെങ്കിൽ ഒന്നാമത്തെ പ്രത്യേകത എന്നുള്ളത്, ഈ ദിക്ർ നമ്മൾ ചൊല്ലിയാൽ നമ്മൾ അള്ളാഹുവിന് ഉത്തരം കൊടുത്തു എന്നുള്ളതാണ്. കാരണം അള്ളാഹു നമ്മളോട് നിർദ്ദേശിച്ച ഒരു നിർദ്ദേശം നമ്മൾ അനുസരിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ ഇതിൻ്റെ ഒരു മഹത്വം എന്നുള്ളത്. അള്ളാഹു നമ്മളോട് ഈ ദിക്ർ ചൊല്ലാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധമായ ഖുർആനിൽ വളരെ കൃത്യമായി, വളരെ വ്യക്തമായ ഒരു ആയത്ത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ ഒരു നിർദ്ദേശത്തിന് നമ്മൾ വഴിപ്പെട്ടു, അനുസരിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ ഗുണം ഈ ദിക്ർ ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്നത്. രണ്ടാമത്തെ ഗുണം എന്നുള്ളത്, ഇന്നഹു മിൻ അസ്ബാബി റിസ്ഖി, അള്ളാഹു നമുക്ക് ഈ റിസ്ഖിനെ വിശാലമാക്കി തരും എന്നുള്ളതാണ്.
എന്താണ് റിസ്ക് എന്ന് പറഞ്ഞാൽ മാ യഹ്താജു ഇലൈഹി, മനുഷ്യന് ആവശ്യമുള്ളതിനൊക്കെ റിസ്ക് എന്ന് പറയാം. ഭക്ഷണം റിസ്ക്കാണ്, പാർപ്പിടം റിസ്ക്കാണ്, വാഹനം റിസ്ക്കാണ്, വസ്ത്രം റിസ്ക്കാണ്, മക്കൾ റിസ്ക്കാണ്. ഇങ്ങനെ നാം എന്തിലേക്കൊക്കെ ആവശ്യമായി വരുന്നുണ്ടോ അതിനൊക്കെ റിസ്ക് എന്ന് പറയാം. അപ്പൊ ഈ ദിക്ർ നമ്മൾ ചൊല്ലുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ അള്ളാഹു നൽകും എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. മൂന്നാമത്തെ മഹത്വം എന്നുള്ളത് ദുഖൂലുൽ ജന്ന, സബബുൽ ദുഖൂലിൽ ജന്ന, അള്ളാഹുവിൻ്റെ സ്വർഗപ്രവേശനത്തിന് കാരണമാകും എന്നുള്ളതാണ്. ഈ നശ്വരമായ ദുനിയാവ് കഴിഞ്ഞ് ശാശ്വതമായ പരലോകം വരുമ്പോൾ പരലോകത്തെ വിജയം, പരലോകത്തെ സ്വർഗം അത് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മളൊക്കെ ഇവിടെ ഇബാദത്തെടുക്കുന്നത്. പല നമ്മുടെ വികാര വിചാരങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നത്, കഷ്ടപ്പെട്ട് അള്ളാഹുവിന് വഴിപ്പെട്ട് ഇബാദത്തുകൾ രാവിലെ സുബ്ഹിക്ക് വരെ എണീറ്റുകൊണ്ട് നമ്മൾ നിസ്കരിക്കുന്നത് അള്ളാഹുവിൻ്റെ സ്വർഗം നേടാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. നാലാമത്തെ പ്രത്യേകത എന്നുള്ളത് ഈ ഒരു ദിക്ർ നമ്മൾ ചൊല്ലി കഴിഞ്ഞാൽ സബബും ഫി മഗ്ഫിറത്തി ദുനൂബി, നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ, നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു മായ്ച്ചു കളയാൻ അത് കാരണമാകും എന്നുള്ളതാണ്. എത്ര തെറ്റുകുറ്റങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പാപം ചെയ്യുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മളിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും പൊറുക്കാൻ ഈ ഒരൊറ്റ ദിക്ർ മതി എന്നുള്ളതാണ്. അഞ്ചാമത്തെ പ്രത്യേകത എന്നുള്ളത് നാളെ പരലോകത്ത് അള്ളാഹു നമ്മുടെ ദറജാത്തുകളെ ഉയർത്തുമെന്നുള്ളതാണ്. നാളെ പരലോകത്ത് പല ആളുകളും പല ദറജയിലായിരിക്കും. നമ്മൾ സ്വർഗത്തിൽ പ്രവേശിച്ചാലും താഴെ ദറജയിലുള്ള ആളുകൾ അത്യുന്നതമായ ദറജയിലുള്ള ആളുകളെ നോക്കിയിട്ട് അവിടേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോകുമെന്ന് പരിശുദ്ധമായ ഹദീസ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ദറജാത്തുകളെ അല്ലാഹു സുബ്ഹാനഹു തആല വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. ആറാമത്തെ പ്രത്യേകത എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു അദാബോ അല്ലെങ്കിൽ ഒരു പരീക്ഷണമോ അല്ലെങ്കിൽ ഒരു ശിക്ഷയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുസീബത്തോ നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പരീക്ഷണത്തിന്റെ തൊട്ട് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തും. ഒരു മാരകമായ രോഗത്തിൻ്റെ മുമ്പിൽ നമ്മൾ എത്തിപ്പെട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വാഹനാപകടത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തത്തിലേക്ക് നമ്മൾ നടന്നു നീങ്ങുകയാണ്. ആ സമയത്ത് അല്ലാഹു നമ്മുടെ കൈപിടിക്കാൻ ഈ ഒരു ദിക്ർ കാരണമാകുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. ഏഴാമത്തെ ഒരു മഹത്വം എന്നുള്ളത് തത്ഹീറുൽ ഖൽബ്, നമ്മുടെ ഹൃദയം ശുദ്ധിയാകും. നമ്മളൊക്കെ കൽബ് ശുദ്ധിയാകണമെന്ന് വിചാരിക്കുന്നവരാണ്. ഒരാളോടും അസൂയയില്ല, ഒരാളോടും കുശുമ്പില്ല, നല്ല ഹൃദയം, തെളിഞ്ഞ ഹൃദയം. അള്ളാഹു നമുക്ക് എന്തെങ്കിലും അനുഗ്രഹം കുറഞ്ഞിട്ട് തന്നതിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ പരാതിയില്ല. അള്ളാഹുവിന് ഇബാദത്ത് എടുക്കുമ്പോഴേക്ക് തെളിഞ്ഞ ഹൃദയം, ഇങ്ങനെയുള്ള നല്ല ഹൃദയത്തിൻ്റെ ഉടമകളായി അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ, സൂഫിയാക്കളെ, തസവ്വുഫിൻ്റെ ആളുകൾ, അവരുടെ ഹൃദയം പോലെ നമ്മുടെ ഹൃദയം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിവർത്തനപ്പെടുത്തും എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. എട്ടാമത്തെ ഒരു മഹത്വം എന്നുള്ളത് ഈ ദിക്ർ ചൊല്ലിയാൽ അള്ളാഹു നമുക്ക് സന്താനങ്ങളെ നൽകുമെന്നുള്ളതാണ്. മക്കളില്ലാത്തവർക്കൊക്കെ ഈ ദിക്ർ വളരെ ഫലപ്രദമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ഈമാനോടെ ചെയ്ത് അതിൻ്റെ റിസൾട്ട് നേടിയെടുക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഒമ്പതാമത്തെ മഹത്വം എന്നുള്ളത് അള്ളാഹു നമുക്ക് നല്ല സിഹത്തും ഖുവ്വത്തും നൽകും എന്നുള്ളതാണ്. നിഅമതാനി മഅബൂനു ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാ. അള്ളാഹു നമുക്ക് നൽകുന്ന നിസ്തുല്യമായ രണ്ട് അനുഗ്രഹങ്ങൾ, അതിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് ആരോഗ്യം എന്നുള്ളത്. കണ്ണിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് കണ്ണിൻ്റെ വില അറിയുക. നടക്കാൻ കഴിയാതെ വരുമ്പോഴാണ് നമ്മുടെ കാലിൻ്റെ പവർ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, ആ ജോലിക്ക് തടസ്സമാകുന്ന ഏതെങ്കിലും രോഗങ്ങൾ നമുക്ക് വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിൻ്റെ പവർ, ശക്തി, വില നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഏത് അനാരോഗ്യമാണെങ്കിലും മാറിക്കിട്ടാൻ ഈ അത്ഭുതകരമായ ദിക്ർ മതി എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. പത്താമത്തെ മഹത്വം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്ത് നിന്ന് നമുക്ക് റഹ്മത്ത്, മഴ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊരിഞ്ഞു തരും എന്നുള്ളതാണ്. 10 പ്രത്യേകതകൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത്, 10 അല്ല, ഒരുപാട് എണ്ണമറ്റ പ്രത്യേകതകൾ ഈ അത്ഭുതകരമായ ദിക്റിന്റെ വിഷയത്തിൽ നമ്മുടെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്, പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള അത്ഭുതകരമായ ഈ ദിക്ർ ഏതാണെന്നറിയുമോ? നമുക്കൊക്കെ പരിചയമുള്ള ദിക്റാണ് അൽ ഇസ്തിഗ്ഫാർ. അല്ലാഹുവോട് പൊറുക്കലിനെ ചോദിക്കലാണ്.
ഇസ്തിഗ്ഫാറിന്റെ ഏറ്റവും ചെറിയ രൂപം അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നിങ്ങനെ നിരന്തരം നമ്മൾ ചൊല്ലുക എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് ദുനിയാവ് തരും, അള്ളാഹു നമുക്ക് സമ്പത്ത് തരും, അള്ളാഹു നമുക്ക് മരണത്തിന്റെ സമയത്ത് റാഹത്ത് നൽകും, മരണത്തിന്റെ ശേഷം ഖബറിലും മഹ്ശറിലും സിറാത്തിലും ഹിസാബിലൊക്കെ വിജയം നൽകും, അള്ളാഹുവിൻ്റെ സ്വർഗം നൽകും, അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഉന്നത പദവി നൽകും. ഇതുപോലെ അത്ഭുതകരമായ മറ്റൊരു ദിക്ർ ഏതാണുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാറിന്റെ മഹത്വം മനസ്സിലാക്കാനും ചേർത്ത് പിടിക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്തിഗ്ഫാർ നമുക്ക് എപ്പോഴും ചൊല്ലാം, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും എപ്പോഴും നമുക്ക് പതിവാക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.